സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാഫ് ഓർഗനൈസേഷന്റെ പ്രഥമ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മീറ്റിംഗ് തിരുവനന്തപുരത്ത് നടന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ജീവനക്കാരുടെ സംഘടനയായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാഫ് ഓർഗനൈസേഷൻ കേരള സർക്കിളിന്റെ പ്രഥമ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് തിരുവനന്തപുരത്ത് BMS ഓഫീസിൽ നടന്നു. ദേശീയ തലത്തിൽ ബാങ്ക് ജീവനക്കാരുടെ സംഘടനയായ NOBWന്റെ ഭാഗമായാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാഫ് ഓർഗനൈസേഷൻ പ്രവർത്തിക്കുന്നത്. മീറ്റിംഗിൽ ഭാരവാഹികളായി ദേവദാസ്, പ്രസിഡന്റ് ആര്യ ശശികുമാർ, ജനറൽ സെക്രട്ടറി എന്നിവരെ തെരഞ്ഞെടുത്തു. BMS ജില്ലാ സെക്രട്ടറി ആനന്ദിന്റെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത്. ഇവിടെ സന്നിധാനിക്കുന്ന എല്ലാവരും നമസ്കാരം. നല്ലൊരു തുടക്കം. കാര്യം ഞങ്ങൾ സിൻഡിക്കേറ്റ് ബാങ്കിൽ തുടങ്ങിയത്, ഞങ്ങൾ സംഘടന ഏറ്റെടുക്കുമ്പോൾ ഞാൻ ജനറൽ സെക്രട്ടറിയും ഇദ്ദേഹം ഓർഗനൈസ് സെക്രട്ടറി ആയിരുന്നു. ഞങ്ങൾ സംഘടന ഏറ്റെടുക്കുമ്പോൾ ഓൾ ഇന്ത്യ ലെവലിൽ ഞങ്ങൾ 175 പേരേ ഉള്ളൂ, ഓൾ ഇന്ത്യ ലെവലിൽ. അതിൽ നിന്ന് ഞങ്ങൾക്ക് കാനറ ബാങ്കിൽ 4000-5000-ഓളം സ്ട്രെങ്ത് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് ഇപ്പോൾ സാധിച്ചിട്ടുണ്ട്. സന്തോഷ് ജോർജ് കുളങ്ങരയുടെ മീറ്റിങ്ങുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ പുള്ളി പറയും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വളരെ എളുപ്പമാണ്, സ്റ്റാർട്ട് ചെയ്യുന്നതിന് വളരെ എളുപ്പമാണ്, ഇത് റൺ ചെയ്യുന്നതിനാണ് പാട്, നമുക്ക് സംഘടന മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് പാട്. സംഘടന തുടങ്ങാം, വളരെ പെട്ടെന്ന് തുടങ്ങാം. ഇന്നും ഞാൻ പറയുന്നു, BMS ഒരു രാഷ്ട്രീയ സംഘടന അല്ല, അതായത് വ്യക്തമായിട്ടറിയാം. നമുക്ക് രാഷ്ട്രീയമില്ല. വോട്ട് കിട്ടും, ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് നാളെ MLA ടിക്കറ്റ് കിട്ടും, അല്ലെങ്കിൽ കൗൺസിലറിന്റെ ടിക്കറ്റ് കിട്ടും, അങ്ങനെ കരുതി ആരും വരരുത്. അതൊന്ന്. രണ്ട്, നമുക്ക് ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർക്കും BMS എന്ന് പറഞ്ഞ സംഘടനയെ പ്രവർത്തിക്കാം, ഒരു ബുദ്ധിമുട്ടുമില്ല. ഇവിടെ ജാതിയും മതവും ഒന്നും നമുക്കൊരു വിഷയവുമല്ല. സംഘടന നമുക്ക് കുറെ ഉത്തരവാദിത്തങ്ങൾ തന്നിട്ടുണ്ടാവും, ആ ഉത്തരവാദിത്തം നമ്മൾ ഭംഗിയായി നിർവഹിക്കുക. ഇതിനകത്ത് ആദ്യമേ പറഞ്ഞ ഒരു പോയിന്റിലോട്ട് നമുക്ക് വരാം. നമ്മുടെ സംഘടന എന്ന് പറയുന്നത് തികച്ചും എപ്പൊളിറ്റിക്കലാണ്. നമുക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. ഇവിടെ പലരും വിചാരിക്കുന്നത്, നമ്മുടെ കൂടെയുള്ള തന്നെ പലരും വിചാരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗമാണെന്നുള്ളതാണ്. നമ്മൾ ഭാരതീയ ജനതാ പാർട്ടിയോട് നമുക്ക് യാതൊരു ഒരു ബന്ധവുമില്ല. ഒരു ബന്ധമുണ്ട്. കാരണം ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയും ഭാരതീയ മസ്ദൂർ സംഘവും വന്നിരിക്കുന്ന ഒരേ ഒരു അമ്മയിൽ തന്നെയാണ്, അത് രാഷ്ട്രീയ സ്വയംസേവക സംഘം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ബ്രദേഴ്സാണ്. സംഘടനയുടെ ഒരു പ്രിൻസിപ്പിൾ തന്നെ നമുക്ക് പറയാവുന്നത് റെസ്പോൺസീവ് കോപ്പറേഷൻ എന്നുള്ളതാണ്. റെസ്പോൺസീവ് ആയിരിക്കും കോപ്പറേഷൻ. നമ്മളെ ഇങ്ങോട്ട് സ്നേഹിച്ചാൽ നമ്മൾ അങ്ങോട്ടും സ്നേഹിക്കും, നമ്മളോട് ഇങ്ങോട്ട് സ്നേഹിച്ചില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടും സ്നേഹിക്കുകയില്ല. അതായത് തൊഴിലാളികളുടെ ആത്യന്തികമായിട്ട് ആവശ്യം എന്താണോ അത് നേടിയെടുക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. രണ്ടാമത്തെ സത്സംഗകാലമായിരുന്ന പരംപൂജനീയ ഗുരുജി പറഞ്ഞത്, നമ്മള് സ്വാതന്ത്ര്യം കിട്ടി എല്ലാമായി, പക്ഷെ എന്നാൽ പോലും നമ്മുടെ രാജ്യം മുന്നോട്ട് പോകണമെങ്കിൽ ആദ്യം വേണ്ടത് പുതിയ തലമുറ, വിദ്യാർത്ഥികൾ, അവർക്ക് ദേശീയമായ കാഴ്ചപ്പാടുണ്ടാകണം, അവരെ അതിലേക്ക് കൊണ്ടുവരണം, ദേശീയതയിലേക്ക് കൊണ്ടുവരണം. അതിനുവേണ്ടി നമ്മളൊരു വിവിധ ക്ഷേത്ര പ്രസ്ഥാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. ആദ്യം അതിന്റെ കോർഡിനേറ്റിംഗ് കമ്മിറ്റിയിലുണ്ടായിരുന്ന ആളാണ് തേങ്കടി. അങ്ങനെ ആദ്യമായി ABVP എന്ന് പറയുന്ന പ്രസ്ഥാനം രൂപം കൊണ്ടു. അവിടെ നിന്നിട്ടാണ് ഗുരുജിയുടെ അടുത്ത കാഴ്ചപ്പാട് പോയത്. ഇതിലല്ല, ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് തൊഴിലാളിയാണ്. തൊഴിലാളികൾക്ക് ദേശീയ കാഴ്ചപ്പാട് വേണം. അതിനെന്താണ് വഴിയെന്ന് ആലോചിച്ച് ഒരു പുതിയ ട്രേഡ് യൂണിയൻ തുടങ്ങാൻ തീരുമാനിച്ചു. തേങ്കടിയെ തന്നെ വീണ്ടും അതിലേക്ക് നിയോഗിച്ചു. നേരെ പോയി INTUCയിൽ ചെന്ന് ചേർന്നു. അദ്ദേഹം INTUCയിൽ പ്രവർത്തിച്ചു. ട്രേഡ് യൂണിയൻ വർക്ക് പഠിച്ചു. 1955 ജൂലൈ 23 മധ്യപ്രദേശിലെ ഭോപ്പാലിൽ അദ്ദേഹം ഒരു സംഘടന, BMS എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചു. 12 വർഷം കഴിയേണ്ടി വന്നു ആദ്യത്തെ സമ്മേളനം നടത്താൻ. അന്ന് കേരളത്തിൽ നിന്ന് R വേണുഗോപാൽ പഠിത്തം കഴിഞ്ഞ് സംഘപ്രചാരകായി, RSSന്റെ പ്രചാരകായിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങൾ BMSന്റെ പ്രവർത്തനം ഏറ്റെടുക്കാൻ പറഞ്ഞു. അദ്ദേഹം ആണ് ആദ്യമായി കേരളത്തിൽ നിന്ന് BMSന്റെ ആദ്യത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. 84 മരിക്കുന്ന സമയം നമ്മൾ 55 തുടങ്ങി 12 വർഷത്തിന് ശേഷം ആദ്യത്തെ സമ്മേളനം നടത്തി. അത് കഴിഞ്ഞ് 84 ഓൾ ഇന്ത്യയിൽ തൊഴിലാളികളുടെ റഫറൻഡം വരിക. എത്ര അംഗബലം? 84 ഇന്ത്യയിലെ രണ്ടാമത്തെ ട്രേഡ് യൂണിയനാണ്. 55 നമ്മളെ സംഘടന തുടങ്ങിയ സമയത്ത്
അത് കഴിഞ്ഞ് ആദ്യത്തെ സമ്മേളനം നടക്കുന്ന സമയത്ത് അവിടെ ഒരു പ്രമേയം അവതരിപ്പിക്കപ്പെട്ടു. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കീഴിലല്ല, സ്വതന്ത്ര ട്രേഡ് യൂണിയനാണ് BMS എന്നുള്ള പ്രമേയം അവതരിപ്പിച്ചു. അവതരിപ്പിച്ച ആളിന്റെ അദ്ദേഹമാണ് അവതരിപ്പിക്കുന്നത് സ്വതന്ത്ര ട്രേഡ് യൂണിയൻ. BMSന്റെ ബൈലോയിലെ അതാണ്, സ്വതന്ത്ര ട്രേഡ് യൂണിയൻ ആയിട്ടാണ് നമ്മൾ വരുന്നത്. അങ്ങനെ 89 അടുത്ത് വീണ്ടും കണക്കെടുപ്പ് വന്ന് കോടതിയിൽ കേസാക്കി. അങ്ങനെ 94 ഈ സാധനം പുറത്തു വിട്ടപ്പോ നമ്മൾ ഇന്ത്യയിലെ ഒന്നാമത്തെ ട്രേഡ് യൂണിയൻ. നമുക്കത് ചെയ്യാം. അതിപ്പോ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല. എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് സൗകര്യം പോലെ ചെയ്യാം, ഒരു പ്രയാസമില്ല. അതെ, ഇപ്പൊ